നിന്ന് അങ്ങോട്ട് പോകുന്നതല്ലാതെ കേരളത്തിൽ നിന്ന് പോയവരാരെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരുമോ? നമ്മുടെ ഒരു പ്രത്യേകത ഈ നെഗറ്റിവിറ്റിക്കാണല്ലോ കുറേ ഓട്ടം കിട്ടുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ വാട്സപ്പ് നോക്കിയിട്ട് ഏതെങ്കിലും നെഗറ്റിവിറ്റി കണ്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണെന്ന് കരുതുന്നവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷവും. നെഗറ്റിവിറ്റി ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ ലൈക്കും റീച്ചും ഒക്കെ കണ്ട് ഇനി കുറേ കൂടി എങ്ങനെ നെഗറ്റീവ് ആകാം എന്ന് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ചിന്തിക്കുകയാണെന്നുള്ളത്. ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ പലതരത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് പ്രൊഫഷണൽസ് ബാക്കിങ്. ചിലർ സെയിം പ്രൊഫഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, ചിലർ തിരിച്ചു വന്ന് ഓണ്ടർപ്രണറായിട്ട് മാറുന്നു. അപ്പം ഞങ്ങളിത് പറയുമ്പോൾ ചില കാര്യങ്ങൾ വരും, തള്ളു വരുന്നു, PR ആണ്, വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ പ്രൊഫഷണൽസിൻ്റെ ഏറ്റവും ക്രെഡിബിൾ പ്ലാറ്റ്ഫോമായി കരുതുന്ന ലിങ്ക്ഡിൻ അവരിപ്പോൾ ഒരു റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി. ലിങ്ക്ഡിൻ മെമ്പേഴ്സിൻ്റെ പ്രൊഫൈലിൽ വരുന്ന അപ്ഡേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ F9 നിങ്ങളുടെ ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു 10 പേർ കേരളത്തിൻ്റെ ഓഫീസിലേക്ക് വന്നു എന്ന് കരുതാം. അവർ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുത്ത് അപ്ഡേറ്റ് ചെയ്യും. പറ്റുമെങ്കിൽ ഒരു ലൊക്കേഷൻ കൊടുക്കുക, ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് തുടങ്ങാനെന്ന് വരുന്ന ഒരു ചെറിയ പോസ്റ്റ് ഇടും. അതാണല്ലോ ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ. 2025 ഓഗസ്റ്റ് വരെയുള്ളത്, 7 മാസത്തെ, ഓഗസ്റ്റ് വരെ എന്ന് വെച്ചാൽ ജൂലൈ 31 വരെ 7 മാസത്തെ അനാലിസിസിലാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി 40,000 പ്രൊഫഷണൽസ് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നെന്ന സന്തോഷകരമായ വാർത്തകൾ. എന്നാൽ നിങ്ങൾ ഇതൊരു ചരമക്കോളത്തിൻ്റെ താഴെ 2 വരി പോലും ഒരു മാധ്യമത്തിനും കണ്ടിട്ടുണ്ടാവില്ല. ഒബിച്ചറി ഇത്രയും ഫുൾ പേജ് കൊടുക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം കേരളമാണ്. നല്ലത് തന്നെ, മരണ വാർത്തകൾ ഓരോരുത്തർക്കും ഓരോ അഭിരുചികൾ ഉണ്ടാവില്ല. ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒബിച്ചറിയിലേക്ക് പോകും, നാട്ടിലാരെങ്കിലും മരിച്ചിട്ടുണ്ടോ, നമ്മളെ തന്നെ ചെല്ലുകൂടി അല്ല മറ്റേ ആൾ മരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു 6 മണി എപ്പോഴല്ല പത്രത്തിലുണ്ട്. ഒബിച്ചറി ഫുൾ പേജ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റ് ഭാഷയിലൊന്നും അങ്ങനെ ഫുൾ പേജ് ഇല്ല. എന്നാൽ അതിൻ്റെ താഴെങ്കിലും 2 വരി. ഇത്രയും പേര് ഈ വർഷം 6-7 മാസത്തിനുള്ളിൽ കേരളത്തിൽ ശരിക്കും ലീഡ് വാർത്തയാകേണ്ടതാണ്. പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പാഠം സ്കൂളിൽ പോയി മീഡിയ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിക്കുമ്പോഴാണ് വാർത്ത. അസാധാരണമായതാണ് വാർത്ത. അപ്പോൾ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് പട്ടി മനുഷ്യനെ കടിക്കുന്ന പോലെയായിരുന്നു. എന്നാൽ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ പട്ടിയെ കടിക്കുന്ന പോലെയാണ്. അൺയൂഷ്വലാണ്. ദാറ്റ് ഈസ് ഹാപ്പനിങ്. റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ വളരെ സീനിയറായ ഒരാൾ പറഞ്ഞു, അത് ഈ ജോലിയൊന്നും കിട്ടാതെ തിരിച്ചു വരുന്നതാണ്. തിരിച്ചു വരുന്നത് ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. റിട്ടേൺ മൈഗ്രേഷൻ എന്ന് പൊതുവെ പറയും. അതിൽ തന്നെ റിവേഴ്സ് മൈഗ്രേഷൻ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സാധാരണ വരുന്നത്. ഇത് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉള്ളവരുടെ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്, അല്ലാതെ ജോലിക്ക് വന്ന ആളുകളുണ്ടാവും. ലിങ്ക്ഡിൻ്റെ ഈ അനാലിറ്റിക്കൽ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ടാലൻറ്റ് പൂൾ ഗ്രോത്ത് 352% ആണ്. ഹയസ്റ്റ് ഇൻ ദ കൺട്രി, നമ്പർ 1. ടാലൻറ്റ് പൂളിൽ നമ്മൾ 9th പൊസിഷനാണ്. ഞാൻ എൻ്റെ സുഹൃത്തിനെ ഇവിടെ കണ്ടപ്പോൾ ഓർക്കുകയാണ്, താങ്കളുടെ പഴയൊരു വീഡിയോ ഞാൻ ഓർക്കുന്നുണ്ട്, കേരളം വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് റിയാലിറ്റി എന്ന്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ വൃദ്ധസദനങ്ങളായി മാറുന്നുണ്ടല്ലോ കേരളം. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ഭാഗമുണ്ട്. ഒന്ന്, റിവേഴ്സ് മൈഗ്രേഷൻ വരും. 2, വൃദ്ധസദനം എന്ന് കേൾക്കുമ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. ദെയർ ഈസ് ആൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ലോകത്തുള്ളവരെല്ലാം വയസ്സാവുമ്പോൾ ഇങ്ങോട്ട് വന്നോട്ടെ. മലയാളി മാത്രമല്ല, ശുദ്ധവായു, ശുദ്ധജലം, ലോകത്തെവിടെയാണെങ്കിലും നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു മലയാളി നേഴ്സിൻ്റെ കരസ്പർശം വേണ്ടി വരും, ഒരു ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ അവിടെ ആവുമ്പോൾ ഈ മലയാളി നേഴ്സ് കൈ പിടിക്കുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് മെസ്സേജ് വരുന്നത്, ഈ പിടുത്തൊന്നായും
ഇവിടെ ആണെങ്കിലോ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്കൊരു മരുന്ന് കൊടുത്ത് തട്ടി ഈ പിടുത്തം കുറേ കൂടി സ്നേഹമുള്ള കരസ്പർശമായിട്ട് മാറും. ദെൻ ദിസ് ഇസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി.